ഹരിതഭാരതം ഹരിതഭാരതം കർഷകഭാരതം കർഷകഭാരതം ഹരിതഭാരതം കർഷകഭാരതം കർഷകഭാരതം സസ്യശ്യാമളം ഹരിതഭാരതം വേദദായകം വന്ദനം ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡഭാരതം വന്ദനം വിജയങ്ങൾ കൊയ്യാൻ ഇനി നമ്മളുണരാം കണ്ണെത്താ ദൂരം വരാം ഒന്നിച്ചു പാടാം ഒന്നായി പറക്കാം ആകാശമേഘം തൊടാം ഹരിതഭാരതം. പുതിയ കാർഷിക കാൽവയ്പുകൾക്ക് ഊർജം പകരുന്ന കൃഷി സംരംഭങ്ങൾ തേടി ഈ യാത്ര പാലക്കാട്ടേക്കാണ്. കരുത്തുള്ള റബ്ബർ വൃക്ഷങ്ങളുടെ ഒരു പുത്തൻ തലമുറയെ കേരളത്തിന് കാഴ്ചവെച്ച കുര്യാക്കോസ് എന്ന കർഷക കാരണവരുടെ യുവത്വമാർന്ന കൃഷി ചിന്തകളിലേക്ക്. പാലക്കാട് ജില്ലയിലെ ചീരക്കുഴിയിലേക്ക്. കൃഷിശാസ്ത്രത്തിൽ ഉന്നത ബിരുദങ്ങൾ നേടിയ ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തലുകൾ പലപ്പോഴും സാധാരണ കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഏറെ ഗവേഷണങ്ങൾ നടക്കുന്ന റബ്ബർ മേഖലയിൽ യങ് ബഡ്ഡിംഗ് എന്ന പുതിയ ഒരു തൈ ഉൽപ്പാദന രീതി വികസിപ്പിച്ചെടുത്തത് പാലക്കാട് ജില്ലയിലെ ചീരക്കുഴിയിലുള്ള കുര്യാക്കോസ് എന്ന കർഷകനാണ്. തൈ ഉൽപ്പാദനത്തിൻ്റെ കാലാവധി 1 വർഷം കണ്ട് കുറയ്ക്കാനും ചെടികൾ ഒരേ തോതിലുള്ള വളർച്ച നേടുന്നതിലൂടെ ഉൽപ്പാദനം ഏകദേശം 20% കണ്ട് കൂട്ടാനും സഹായിക്കുന്ന ഈ ബഡ്ഡിംഗ് രീതിയെയും ഇതിൻ്റെ ഉപജ്ഞാതാവായ കുര്യാക്കോസിനെയുമാണ് ഇന്ന് ഹരിതഭാരതം പരിചയപ്പെടുത്തുന്നത്. മനുഷ്യൻ സ്വന്തം കരങ്ങളാൽ മണ്ണ് പാകപ്പെടുത്തിയിരുന്ന കാലം യന്ത്രയുഗത്തിന് വഴിമാറുകയായിരുന്നു. ഏറ്റുമാനൂരിൽ നിന്ന് കുടിയേറി വന്ന കുര്യാക്കോസ് എന്ന ക്രിസ്ത്യാനി അങ്ങനെ പാലക്കാട്ട് ചീരക്കുഴിയിൽ ആദ്യമായി പവർ ടില്ലർ ഇറക്കി. നെൽവയലുകൾ മാത്രം കണ്ടു ശീലിച്ച ചീരക്കുഴി ഒരു പുതിയ വിശ്വാസ സംഹിതയോടൊപ്പം പുതിയ കൃഷിരീതിയും പരിചയപ്പെടുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ നാട്ടിൽ പണിയെടുക്കാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്തൊരവസ്ഥ. അപ്പോൾ മലബാറിലെ പല സ്ഥലങ്ങൾ നോക്കി നടന്നിട്ട് ഇത്രയും വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലം വേറെ ഇല്ലാതിരുന്ന അവസ്ഥയിൽ കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് തൽക്കാലം ഒരു കുടിയിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രദേശത്തേക്ക് വന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കുന്തിപ്പുഴയാണ്. എപ്പോഴെങ്കിലും ഇതിലെ വെള്ളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സൗകര്യം വന്നാൽ അതൊരു വലിയ നേട്ടമായിരിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഈ പരിസരത്ത് തന്നെ സ്ഥലമെടുക്കാൻ ഒരുങ്ങിയത്. കുര്യാക്കോസിന്റെ മനസ്സു നിറയെ കൃഷി ചെയ്യാനുള്ള ആവേശം നിറഞ്ഞു നിന്നിരുന്നു. അതിന് തടസ്സം നിന്നതോ സ്ഥലമില്ല എന്ന യാഥാർത്ഥ്യവും. അങ്ങനെയാണ് കർഷക കുടിയേറ്റത്തിന്റെ അന്തിമപാദമായ 70കളിൽ രണ്ടും കൽപ്പിച്ച് ഈ കർഷകൻ ജന്മനാട് ഉപേക്ഷിച്ചത്. ഇവിടുത്തെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഇവിടെ നെല്ല് മാത്രം, പിന്നെ കുറേ പറങ്കി, മറ്റ് ഒരു വിളകളും ഇല്ലാത്തിരുന്ന ഒരവസ്ഥ. പിന്നെ പച്ചക്കറി ഓണ സീസണിൽ ഒരു പച്ചക്കറി ഒരു പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് ഉണ്ടാക്കുന്നതല്ലാതെ മറ്റു യാതൊരു കൃഷിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു.
ഒരു ചായ വേണം. വാഴയും കപ്പയും കാച്ചിലും വിളയിക്കാൻ രാപ്പകൽ അധ്വാനിച്ച നാളുകളാണ് കുര്യാക്കോസിന്റെ സഹധർമ്മിണി ഏലമ്മയുടെ മനസ്സിൽ ഇന്നും സജീവമായ ഭൂതകാലം. ഇവിടെ വന്നപ്പോൾ എന്താ പിള്ളേരൊക്കെ 2-3-4 പിള്ളേർ 3 പിള്ളേരും ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേരായിരുന്നു. തോമസും ജോസും. ജോസും ഇവിടെ വന്നിട്ടുണ്ടായതാണ്. പിന്നെ വേറെ വലിയ കഷ്ടപ്പാടിലൊക്കെ ആയിരുന്നു. നല്ലോണം അധ്വാനിച്ചിരുന്നു. കിളയ്ക്കാനും അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പറമ്പിൽ പണിയെടുക്കാനൊക്കെ പോകും. പറമ്പിൽ സ്വന്തം പണിയെടുക്കാനൊക്കെ ചേന കാച്ചിൽ കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പയറൊക്കെ കുഴിച്ചിടും. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പശു ആടും കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പുല്ലുവെട്ടലും പണികളും എല്ലാ പണികളും ഇന്നും ഈ പണിക്കാരെടുക്കുന്ന പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇരിക്കാൻ സമയമില്ല. റബ്ബർ എന്ന തെക്കൻ അമേരിക്കൻ വൃക്ഷം ഇലാസ്റ്റിക് സ്വർണമെന്ന മേൽവിലാസവുമായി കേരളത്തിൽ വേരുപിടിച്ചു കഴിഞ്ഞിരുന്നു. പ്രായോഗിക മതിയായ ഈ കർഷകനും റബ്ബറിൽ തന്റെ കാർഷികാധ്വാനം സുരക്ഷിതമായി നിക്ഷേപിച്ചു. എൻ്റെ അടുത്ത് ഒരു സ്ഥലം വാങ്ങിയതിന് ശേഷം 100 രൂപയെ ബാക്കി വന്നിരുന്നുള്ളൂ. അന്നൊരു കറവ പശുവിനെയും 2 ചാക്ക് ഉണക്ക പൂളയും 2 ചാക്ക് എല്ലുപൊടിയും കൊണ്ടുവന്നിരുന്നു. ആ പച്ചക്കറി വിത്ത് ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ആരംഭിച്ച് അതോടൊപ്പം ഇവിടെ പാർനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയും വിഷ്ണു നമ്പൂതിരിയും ഇവർ 2 പേരും ആത്മാർത്ഥമായിട്ട് ഈ കൃഷിരംഗത്ത് തന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. വേണ്ട വിധത്തിലുള്ള സഹായങ്ങളും തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരുടെയും കൂടി തണലിൽ പടിപടിയായിട്ട് എനിക്ക് ഉയരാൻ കഴിഞ്ഞു. വിജയം കൊയ്യാനും ജീവിതം കരുപിടിപ്പിക്കാനുമുള്ള ത്വരയ്ക്കൊപ്പം പ്രകൃതിയോടുള്ള വറ്റാത്ത വിസ്മയം കൂടി നിറഞ്ഞതായിരുന്നു കുര്യാക്കോസിന്റെ മനസ്സ്. ചെറിയൊരു വിത്തിൽ നിന്ന് ഒരു വനവൃക്ഷം പിറവികൊള്ളുന്നു. ഒരേ സസ്യകുലത്തിൽ തന്നെ ചിലർ ദുർബലരും ചിലർ ശക്തരുമാകുന്നു. ഭൂമിയുടെ ഇത്തരം സൃഷ്ടിരഹസ്യങ്ങൾ ഈ കർഷക ശാസ്ത്രജ്ഞന്റെ പരീക്ഷണ കൗതുകത്തെ ഉണർത്തി. ആദ്യകാലത്ത് ഈ വാഴകൾ ത്രികോണാകൃതിയിൽ വെച്ച് മുകളിൽ കെട്ടി അതിൻ്റെ ആ കാറ്റിനെ നേരിടാനുള്ള 3 ഭാഗത്തേക്കും കയർ വലിച്ച് കെട്ടി കാറ്റിനെ നേരിടാനുള്ള ഒരു സംവിധാനം. പിന്നെ എല്ലാ കൃഷിയിലും ഓരോ രീതികൾ, അതായത് ഇപ്പം വാഴ നടുമ്പോൾ തന്നെ 2 വിത്തുകൾ ഒരു കുഴിയിൽ നട്ടിട്ട് സൂര്യപ്രകാശത്തെ മാത്രം ആശ്രയിച്ച് ആ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണങ്ങൾ പ്ലാന്റ് ചെയ്യാൻ കഴിയും. റബ്ബർ മേഖലയിൽ തൈകൾ ഉണ്ടാക്കുന്ന 2 രീതികളാണ് നിലനിന്നിരുന്നത്: ബ്രൗൺ ബഡ്ഡിങ്ങും ഗ്രീൻ ബഡ്ഡിങ്ങും. ഈ 2 ഇല മൂത്ത് നിൽക്കുന്ന തൈകൾ നമ്മൾ ഉപേക്ഷിച്ച വിത്തുകൾ തവർണയിൽ കിളുത്ത് നിൽക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരു 10-30 തൈ നിൽക്കുന്ന കണ്ടിട്ട് അത് ബഡ് ചെയ്യാൻ ഒരു തീരുമാനം, ഒരു തോന്നലുണ്ടായി. അതിനുവേണ്ടി പഴയ രീതിയിൽ ബഡ് ചെയ്യാൻ ഉള്ളൊരു ശ്രമത്തിൽ വിജയിച്ചില്ല. അവസാനം ഞാൻ 10-25 ദിവസം മൂപ്പുള്ള കിളിർപ്പ് കമ്പെടുത്ത് അത് പൊളിച്ച് ചെയ്യാമെന്നൊരു ധാരണയിൽ ശ്രമം നടത്തി. പക്ഷേ ബഡ് ചെയ്യുന്ന രീതിയിൽ ഈ ബഡ് പ്ലാപ്പ് തിക്കിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് ശ്രമം നടത്തി പരാജയപ്പെട്ടു. ഒരു കമ്പെടുത്ത് വരഞ്ഞ് മുകളിൽ നിന്നും വലിച്ചെടുത്തപ്പോഴിത് സുഖമായിട്ട് വന്ന് അതിൽ മുകുളം കേടുകൂടാതിരുന്നു. അപ്പോൾ അത് അങ്ങനെ കിട്ടിയ ആ മുകുളം എടുത്ത് ഞാൻ ബഡ് ചെയ്ത് വളരെ വിജയപ്രദമായി. ഈ 2 രീതികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാലേ കുര്യാക്കോസ് കണ്ടെത്തിയ യങ് ബഡ്ഡിംഗ് രീതിയുടെ പ്രാധാന്യം വ്യക്തമാകൂ. കുര്യാക്കോസിന്റെ ഇളയ മകൻ ജോസ് ആ വ്യത്യാസം വിശദീകരിച്ചു. ബ്രൗൺ ബഡ്ഡിംഗ് ടെക്നിക്കിൽ സാധാരണ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ തവാരണയിൽ വിത്ത് മുളപ്പിച്ച്
ഏതാണ്ട് 1 വർഷത്തിന് ശേഷം അതേ മൂപ്പുള്ള ബഡ്വുഡ് ഉപയോഗിച്ച് ബഡ്ഡിങ് നടത്തുന്നു. അതുകൂടാതെ മറ്റൊരു രീതി നിലവിലുള്ളത് ഗ്രീൻ ബഡ്ഡിംഗ് ആണ്. തവാരണയിൽ വളർത്തുന്ന തൈകളെ 3 മാസത്തിന് ശേഷം, വിത്ത് നട്ട് 3 മാസത്തിന് ശേഷം അതേ മൂപ്പുള്ള ബഡ്വുഡ് ഉപയോഗിച്ച് ബഡ് ചെയ്താൽ അത് ഗ്രീൻ ബഡ്ഡിംഗ് ആയി. ഈ 2 രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് യങ് ബഡ്ഡിംഗ്. കൂടയിൽ മുളപ്പിച്ച വിത്തുകൾ നേരിട്ട് നടുന്നു. തവാരണയിൽ നടുന്നതിന് പകരം പോളിബാഗിൽ തന്നെയാണ് നേരിട്ട് നടുന്നത്. ഇങ്ങനെ നട്ട തൈകളെ 28 ദിവസം മൂപ്പെത്തുമ്പോൾ 25 ദിവസം മൂപ്പ് ഉള്ള ബഡ്വുഡ് ഉപയോഗിച്ചാണ് ഇതിൽ ബഡ്ഡിംഗ് നടത്തുന്നത്. ഈ ബഡ്വുഡിന് ഈ സമയം പച്ച നിറം വന്നിട്ടുണ്ടാവില്ല, ഇലയ്ക്ക് പച്ച നിറം വന്നിട്ടുണ്ടാവില്ല. ഇളം ചെമ്പ് കളറുള്ള അത്രയും മൂപ്പ് കുറഞ്ഞ വളരെ ടെൻഡർ ഷൂട്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ചീരക്കുഴി യങ് ബഡ്ഡിംഗ് എന്ന വ്യതിരിക്തമായ പുതിയ ശൈലി റബ്ബർ നഴ്സറി രംഗത്ത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി. ഒപ്പം കുര്യാക്കോസിനെ രാഷ്ട്രപതിയുടെ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ അവാർഡിന് അർഹനാക്കുകയും ചെയ്തു. യങ് ബഡ് തൈകളുടെ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ കുര്യാക്കോസിന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. യങ് ബഡ്ഡിംഗ് രീതിയിൽ 95% മരങ്ങളും ഒരുപോലെ വളർന്നു വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 200 മരങ്ങൾ വെച്ചാൽ 190 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മരങ്ങളെ ടാപ്പ് ചെയ്തെടുക്കാൻ യങ് ബഡ്ഡിംഗ് രീതിയിലുള്ള തോട്ടങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ഇത് 70% ആണ്. അപ്പോൾ തന്നെ ആ ഈൽഡിലുള്ള വ്യത്യാസം അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് മാക്സിമം നമ്മളുടെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. അതുപോലെ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഈ സൈഡിലേക്കുള്ള പക്കുവേരുകൾ ഇതിന് ധാരാളം ഉള്ളതുകൊണ്ട് തൈകൾ ബാലൻസ് ചെയ്യപ്പെടുന്നത് ഈ പക്കുവേരിലാണ്. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. റബ്ബർ തൈകളുടെ വിൽപ്പന നടത്തുന്ന ചീരക്കുഴി നഴ്സറിക്കിന്ന് അനവധി ശാഖകളുണ്ട്. വീടിനോട് ചേർന്നുള്ള മുഖ്യ നഴ്സറി ഒട്ടനവധി വിശാലമായ തണൽപ്പുരകളുമായി ടാറിട്ട പാതയ്ക്കിരുവശവും ലക്ഷക്കണക്കായ പുതുമുളകളെ കാത്തുവെക്കുന്നു. കുര്യാക്കോസിന് 4 ആൺമക്കളുടെ മേൽനോട്ടത്തിൽ പലയിടങ്ങളിലായി 100 ഏക്കറോളം സ്ഥലത്താണ് ചീരക്കുഴി യങ് ബഡ് നഴ്സറിയുടെ കുരുന്നിലക്കൂട്ടം തളിരിട്ട് നിൽക്കുന്നത്. നഴ്സറിയുടെ വിശാലമായ വളപ്പിൽ ഒരിടത്തായി ഫലപുഷ്ടിയുള്ള ചുവന്ന മണ്ണ് കൂമ്പാരമായി കൂട്ടിയിരിക്കുന്നത് കാണും. എത്ര വലിയ റബ്ബർ തോട്ടത്തിന്റെയും എളിയ ആരംഭം ഇങ്ങനെ ഒരു പിടി മണ്ണിലാണ്. ഒറീസക്കാരും നാട്ടുകാരുമായ 50ഓളം തൊഴിലാളികൾ പകൽ മുഴുവൻ മണ്ണ് കോരി കൂടകളിൽ നിറച്ചുകൊണ്ടിരിക്കും. ചാണകവും അടിസ്ഥാന വളങ്ങളും ചേർത്ത മണ്ണ് കൂടയിൽ നിറച്ചു കഴിഞ്ഞാൽ വിത്തുപാകി ഓരോ കൂടയും നിരയായി അടുക്കി വയ്ക്കാം. ബഡ്ഡിങ്ങിനുള്ള മുകുളങ്ങൾ ശേഖരിക്കാനായി നഴ്സറിയിൽ മികച്ച റബ്ബർ ഇനങ്ങളുടെ ആരോഗ്യമുള്ള തൈകളെ വളർത്തി നിർത്തിയിട്ടുണ്ട്. പരിചയസമ്പന്നരായ ജോലിക്കാർ മുകുളങ്ങളടങ്ങിയ ഇളം കാണ്ഡഭാഗങ്ങൾ ഇവിടെ നിന്ന് നിത്യേന ശേഖരിക്കുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ബഡ് ചെയ്യുന്നു എന്നതാണ് യങ് ബഡ്ഡിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നട്ട് 15 ദിവസത്തിനകം മുളയ്ക്കുന്ന തൈകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള രണ്ടാമതൊരു മുൻകരുതൽ കൂടി ഉറപ്പാക്കപ്പെടുന്നു.
ബഡ്ഡിംഗ് കഴിഞ്ഞാൽ 3-4 മാസം കൂടയിൽ തന്നെ വളർത്തിയ ശേഷം ബെഡ് പാച്ചിന് മുകളിൽ വെച്ച് തൈ മുറിച്ചു മാറ്റുന്നു. ഇതോടെ ഒട്ടിച്ച മുകുളം മെല്ലെ തലനീട്ടി വളരാൻ തുടങ്ങും. 10 മാസം കൊണ്ടാണ് ഈ തൈകൾ മണ്ണിലേക്ക് മാറ്റി നടാൻ പാകമാകുന്നത്. തൈ വളർച്ചയുടെ ആദ്യ തട്ട് വളരെ ചെറുതായിരിക്കും. എന്നാൽ 3-ാം തട്ടിലെ ഇലകൾ വന്നു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയ്ക്ക് വേഗത കൂടും. മറ്റു രീതികളിൽ ബഡ് ചെയ്ത തൈകളേക്കാൾ യങ് ബഡ് തൈകൾക്കുള്ള മെച്ചം കുര്യാക്കോസ് വിശദമാക്കി. ഒരു ചെടിയെ വളർത്തുന്നത് കൂടുതൽ വേരുകളാണെന്നുള്ള കണ്ടെത്തൽ അത് വിജയപ്രദമാക്കാൻ എനിക്ക് കഴിയും. അതായത് കൂടയിൽ വിത്തിട്ടാൽ റബ്ബറിന് വേരുണ്ടാകുന്നത് എൻ്റെ അനുഭവത്തിൽ ആദ്യം വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വേരിന് ശേഷം ശക്തമായ വേരുപടലം ഉണ്ടാകുന്നത് 10-11 മാസങ്ങളിലാണ്. ആ അവസരത്തിലേക്ക് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ തയ്യാറാകുന്ന രീതിയിൽ ഈ യങ് ബഡിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യമായ മെച്ചം. യങ് ബഡ് തൈകൾ മറ്റു ബഡ്ഡിംഗ് രീതികളിൽ ചെയ്യുന്നത് പോലെ പറിച്ചു നടാത്തതിനാൽ വേരുപടലം നശിക്കുന്നില്ല എന്ന നേട്ടമുണ്ട്. ബ്രൗൺ ബഡ് ചെയ്ത ഒരു റബ്ബർ തൈയിൻ്റെയും യങ് ബഡ് ചെയ്ത റബ്ബർ തൈയിൻ്റെയും വേരുകളെ താരതമ്യം ചെയ്താൽ ഈ വ്യത്യാസം പ്രകടമായി കാണാവുന്നതാണ്. തൊട്ടടുത്തുള്ള കുന്തിപ്പുഴയിൽ നിന്നുള്ള ജലം ഉണർവേകുന്ന അനുഗ്രഹ വർഷമായി സദാ ഈ കുരുന്നിലകളെ നനച്ചുകൊണ്ടിരിക്കും. ലോഭമില്ലാതെ കിട്ടുന്ന പ്രകൃതിയുടെ ഈ ജീവൽ സ്പർശമാണ് കുര്യാക്കോസിന്റെ നഴ്സറിയെ